ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് തരത്തിലുള്ള ജേർണലുകളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. ജേർണലിങ് ഇഷ്ടമുള്ള എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് ഓർഗനൈസ്ഡ് ആവാനും കുറച്ച് ഹാപ്പി ആവാനും ജേർണലിങ്ങിൽ കൂടെ എങ്ങനെ നമുക്ക് സാധിക്കുന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ കുറച്ചൊരു ഓവർവെംഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിലോ അതോ നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിലോ നമുക്ക് ജേർണലിങ് ചെയ്യാവുന്നതാണ്. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജേർണലിംഗ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഡെയിലി ടു ഡു ലിസ്റ്റ്സ് ആണ്. അതേ ടു ഡു ലിസ്റ്റ്സ് കൈൻഡ് ഓഫ് ജേർണലിംഗ് തന്നെയാണ്. നമ്മുടെ സമയം മാനേജ് ചെയ്യാനും നമ്മൾ മോർ ഇൻ കൺട്രോൾ ആവാനും നമ്മളെ ടു ഡു ലിസ്റ്റ് എഴുതുന്നത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഹോം മേക്കേഴ്സിന് ഒരു നെവർ എൻഡിങ് ടാസ്ക്സാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലേ. അപ്പം അതെല്ലാം നമ്മളൊന്ന് എഴുതി വയ്ക്കുമ്പോൾ നമ്മുടെ ഒരു ദിവസത്തിനൊരു സ്ട്രക്ചർ ഉണ്ടാവുന്നു. അപ്പം ഒത്തിരി മെസ്സിയായി കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആകെ മെസ്റ്റപ്പ് ആവാതെ ഒന്ന് കറക്റ്റായിട്ട് ഒരു പേർപ്പസ്ഫുള്ളി ആക്ട് ചെയ്യുന്നതാണ് ടു ഡു ലിസ്റ്റ് എഴുതുക എന്ന് പറയുന്നത്. നമ്മുടെ മൈൻഡിനെ ഫ്രീ ആക്കാനും അതുപോലെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാനും ടു ഡു ലിസ്റ്റ് ഹെൽപ്പ് ചെയ്യും. ഒത്തിരി കാര്യങ്ങളുള്ളപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും അത് നമുക്ക് ചെക്ക് ഓഫ് ചെയ്യാനും എല്ലാം ടു ഡു ലിസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നു. ദിവസം മുഴുവൻ നമ്മൾ ബിസി ആയിരുന്നു, പക്ഷേ എന്തെങ്കിലും ചെയ്തോന്ന് ചോദിച്ചാൽ ചെയ്തില്ല, അങ്ങനെയുള്ള അവസ്ഥ ഇല്ലാതെ നമുക്ക് കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്ന ഒരു രീതിയിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഡെയിലി ടു ഡു ലിസ്റ്റ് ഹെൽപ്പ് ചെയ്യും. അപ്പം അതാണ് നമ്മുടെ നമ്പർ 1 ടൈപ്പ് ഓഫ് ജേർണലിംഗ്. സെക്കൻഡ് ടൈപ്പാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. നമ്മുടെ മൈൻഡിലെ ഹാപ്പിനെസ് ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജേർണലിംഗ് ആണ് ഗ്രാറ്റിറ്റ്യൂഡ്. ജസ്റ്റ് 3 അല്ലെങ്കിൽ 5 കാര്യങ്ങൾ എഴുതി വയ്ക്കുക. നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള 5 കാര്യങ്ങൾ എഴുതുന്നതോടുകൂടി തന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ അങ്ങ് ഷിഫ്റ്റ് ചെയ്യും. ടഫായിട്ടുള്ള ദിവസത്തിൽ നമുക്ക് ജസ്റ്റ് ഇത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് താങ്ക്ഫുൾ ആവാൻ വേണ്ടിയിട്ടുള്ളതെന്ന്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാവാം, ലൈക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ബെഡുള്ളതോ, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു റിലാക്സിങ് കപ്പ് ഓഫ് ടീ കുടിക്കാൻ പറ്റുന്നതോ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുവാവ പൊട്ടിച്ചിരിക്കുന്നത് കാണുന്നതോ, അങ്ങനെ കുട്ടി കുട്ടി കാര്യങ്ങളായിരിക്കണം നമ്മളിതിൽ എഴുതുന്നത്. ബട്ട് അതെല്ലാം ശരിക്കും താങ്ക്ഫുൾ ആവാൻ പറ്റിയ കാര്യങ്ങളാണ്. നമ്മളെപ്പോഴും ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുള്ളൂ അല്ലേ, നമ്മൾ ഹോം മേക്കേഴ്സ്. പക്ഷേ നമുക്കുള്ള കാര്യങ്ങൾ, നമ്മൾ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് ഓൾറെഡി ഉള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് നമുക്ക് ഒരു കണ്ടൻറ്റ് ഫീലിംഗ് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മൾ എഴുതി സ്ലോലി നമ്മുടെ റുട്ടീനിലെ ഉള്ള ബ്യൂട്ടി നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങും. അപ്പോൾ ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ നമ്മുടെ പ്രസൻറ്റിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനും പീസ്ഫുള്ളായിട്ടിരിക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഹോം മേക്കേഴ്സിന് ചെയ്യാവുന്ന അടുത്തൊരു കാര്യമാണ് മീൽ പ്ലാനിങ് ചെയ്യുക എന്നുള്ളത്. മീൽ പ്ലാനിങ് ഓഫ് കോഴ്സ് നമ്മുടെ സമയം ലാഭിക്കുന്നു, സ്ട്രെസ്സ് കുറയ്ക്കുന്നു, അതുപോലെ ഗ്രോസറി ഷോപ്പിംഗ് ഈസി ആക്കാനും മീൽ പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഐഡിയാസ്, അതുപോലെ സ്നാക്ക് ഐഡിയാസ് നമുക്ക് എഴുതി വയ്ക്കാം. അതുപോലെ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് എഴുതി വയ്ക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഷോപ്പിംഗ് ലിസ്റ്റും നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ഡിസിഷൻസ് ഉണ്ടാക്കുന്നതും ഒരേപോലത്തെ മീൽസ് റിപ്പീറ്റഡ് ആയിട്ട് ഉണ്ടാക്കുന്നതും എല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പം പിന്നെ നമ്മൾ ഏതെങ്കിലും നല്ലൊരു എവിടെയെങ്കിലും പോകുമ്പോഴത്തേനും നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഫാമിലി എൻജോയ് ചെയ്തൊരു ഡിഷ് നമുക്ക് എഴുതി വയ്ക്കാം. പുതിയ റെസിപ്പീസ് എഴുതി വയ്ക്കാം. പിന്നെ അതുപോലെ ലെഫ്റ്റ് ഓവേഴ്സ് ഉണ്ടെങ്കിൽ അത് പ്ലാൻ ചെയ്യാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് വയ്ക്കുക. അതാണ് നമ്മുടെ മീൽ പ്ലാനിങ് ലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ബുക്ക് അതിന് വേണ്ടി വെക്കുമ്പോഴത്തേനും നമുക്ക് പിന്നീട് അത് എടുത്ത് നോക്കാനും എല്ലാം നല്ലതായിരിക്കും. അപ്പം നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ, വീട്ടമ്മമാർക്ക് ഉള്ള ഒരു മെയിൻ പ്രശ്നമാണല്ലോ എന്തുണ്ടാക്കും എന്നുള്ളത് ഓരോ നേരവും. അപ്പോൾ അത് നമുക്ക് കൂടുതൽ ബെറ്ററായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മീൽ പ്ലാനിങ് ജേർണലിങ് ഹെൽപ്പ് ചെയ്യും. ക്ലീനിങ്ങിന് വേണ്ടി ഒരു ജേർണലിങ് വയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് ഒരു ഫൺ പോലെ ടാസ്കുകൾ ഒരു ഗെയിം മോഡിൽ നമുക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ക്ലീനിങ് എന്ന് പറയുന്നത് കുറച്ച് എക്സോസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിനെ കുറച്ചൊന്നൊരു ഫൺ മോഡലിലാക്കുക എന്നുള്ള രീതിയാണ് ക്ലീനിങ് ജേർണലിങ്. നമുക്ക് ഡെയിലി, വീക്ക്ലി, മന്ത്ലി ചെക്ക് ലിസ്റ്റൊക്കെ കൊടുക്കാം. ഇപ്പോൾ ബാത്റൂം, കിച്ചൺ, ലോണ്ട്രി അങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ കഴിയുമ്പോൾ ടിക്ക് ചെയ്യുമ്പം അത് കുറച്ച് മോട്ടിവേറ്റിംഗ് ആയിരിക്കും. അതുപോലെ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാതെ നമുക്കൊന്ന് നേരത്തെ പ്ലാൻ ചെയ്യാനും ഈ ക്ലീനിങ് ജേർണൽ ഹെൽപ്പ് ചെയ്യും. അതുപോലെ കുറച്ച് കൂടുതൽ സമയമെടുക്കുന്ന കാര്യങ്ങളും നമുക്ക് പ്ലാൻ ചെയ്ത് വെക്കാം. പിന്നെ അതിന് ശേഷം നമ്മളിത് നോക്കുമ്പോഴത്തേനും കുറച്ച് നമുക്ക് മോട്ടിവേറ്റിങ്ങും ആയിരിക്കും. ഇനി ഈ മുന്നേ ചെയ്തതിനെ കുറിച്ച് ഓർത്തിട്ടും അതുപോലെ ഇനി ചെയ്യാനുള്ളതും കൂടി നോക്കിയിട്ടും. അപ്പോൾ നമുക്ക് കുറച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. മൂഡ് ആൻഡ് എനർജി ലോഗ്സ്. പലപ്പോഴും നമുക്ക് പലതരത്തിലുള്ള എനർജി ആയിരിക്കും അല്ലേ. ചില ദിവസം നമ്മൾ നല്ല ഹൈ എനർജി ആയിരിക്കും, ചില ദിവസം നമ്മൾ അത്ര പ്രൊഡക്റ്റീവ് ആയിരിക്കില്ല, കുറച്ച് ലോ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇമോഷണൽ പാറ്റേൺസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ജേർണലിംഗ് ആണ് മൂഡ് ആൻഡ് എനർജി ലോഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും നമ്മൾ എഴുതുന്നതനുസരിച്ച് നമുക്കിത് തിരിച്ചറിയാൻ പറ്റും. അത് നമുക്ക് പിന്നീട് നമുക്ക് അതനുസരിച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്യാനും നമുക്ക് സാധിക്കും. അടുത്തതാണ് ബഡ്ജറ്റ് ആൻഡ് എക്സ്പെൻസ് നോട്ട്സ്. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ നമുക്ക് എഴുതി വയ്ക്കാനുള്ള ഒരു ജേർണലിംഗ് ആണ്. നമ്മുടെ ബിൽസ്, ഗ്രോസറീസ്, ഓർഡേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്കിതിൽ ജേർണൽ ചെയ്ത് വയ്ക്കാം. അപ്പോൾ അൺനെസസറി ആയിട്ട് നമ്മൾ പൈസ ചിലവാക്കുന്നതും പിന്നെ നമ്മൾ ബർത്ത്ഡേയ്സ്, ഹോളിഡേയ്സ്, ഫാമിലി ഔട്ടിങ്സ് ഒക്കെ വരുമ്പോൾ എത്ര സ്പെൻഡ് ചെയ്യുന്നു അതെല്ലാം നമുക്കൊന്ന് ട്രാക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് ബഡ്ജറ്റ് ആൻഡ് എക്സ്പെൻസ് നോട്ട്സ് എന്ന് പറയുന്നത്. ഒരു ഫിനാൻഷ്യൽ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. ലൈഫിലെ ഓരോ മെമ്മറീസും നമുക്ക് ജേർണലിംഗ് ചെയ്തു വയ്ക്കാം. നമ്മുടെ ഹോം മേക്കിംഗ് ജേർണിയിലെ പല കാര്യങ്ങളും നമുക്ക് ജേർണൽ ചെയ്യാം. നമ്മുടെ കുട്ടികൾ പറഞ്ഞ ചില കാര്യങ്ങൾ, നമ്മളുണ്ടാക്കിയ ഫാമിലി ഡിന്നർ അല്ലെങ്കിൽ ഒരു ചെറിയ സെലിബ്രേഷൻ, അങ്ങനത്തെ വീട്ടിലെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എഴുതി വയ്ക്കാം. അപ്പം നമുക്ക് ടഫായിട്ടുള്ള ഡേയ്സ് വരുമ്പോഴും പിന്നീട് കുറേ നാൾ കഴിയുമ്പോഴും ഇതൊക്കെ ഒന്ന് മറിച്ച് നോക്കുന്നത് നമുക്കൊരു ട്രഷർ പോലെയാണ് ഇതുണ്ടാവുക. ഒരു ഫോട്ടോ എടുക്കുന്ന പോലെ ആയിരിക്കും നമ്മുടെ ഓരോ മെമ്മറീസും നമ്മൾ ജേർണൽ ചെയ്ത് വയ്ക്കുന്നത്. അതുപോലെ നമ്മൾ ഡീക്ലട്ടറിങ് ചെയ്ത കാര്യങ്ങൾ നമുക്കൊരു ജേർണലായിട്ട് എടുത്ത് വയ്ക്കാവുന്നതാണ്. കുറേ നാൾ കഴിയുമ്പോൾ നമുക്കതിൻ്റെ പ്രോഗ്രസ് മനസ്സിലാക്കാനും എല്ലാം അത് സഹായിക്കും. ഇനി അടുത്തതാണ് സെൽഫ് കെയർ ട്രാക്കർ. നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് സെൽഫ് കെയർ എന്ന് പറയുന്നത്. ഒത്തിരി തിരക്ക് പിടിച്ചൊരു ലൈഫാണെന്നുണ്ടെങ്കിൽ സെൽഫ് കെയറിന് സമയം എപ്പോഴും നമ്മൾ ലാസ്റ്റേ കണ്ടെത്താറുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുക, സ്ലീപ്പ് കറക്റ്റ് ചെയ്യുക, സ്കിൻ കെയർ ചെയ്യുക, അതുപോലെ എക്സസൈസ് ചെയ്യാം. പിന്നെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ നോക്കുന്നില്ലെങ്കിൽ അതിനു വേണ്ടി ഒരു ജേർണലിംഗ് ചെയ്യുന്നത് എപ്പോഴും ഹെൽപ്ഫുള്ളായിരിക്കും. പെർഫെക്റ്റ് ആവണമെന്നില്ല, പക്ഷേ ഒന്ന് മൈൻഡ്ഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മളിത് ഡെയിലി എഴുതുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അവെയർ ആയിരിക്കും. നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുന്നതും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ലാസ്റ്റ് നമുക്ക് ചെയ്യാവുന്നതാണ് വീക്ക്ലി റിഫ്ലക്ഷൻ. അപ്പോൾ ഒരു വീക്കിൽ എങ്ങനെ പോയി എന്നുള്ളത് നമുക്ക് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാനുള്ളൊരു ജേർണലാണിത്. അപ്പോൾ നമുക്ക് ആ ഒരു വീക്ക് എങ്ങനെ പോയി, സ്ട്രെസ്ഫുൾ ആയിരുന്നോ, ഹാപ്പി ആയിരുന്നോ, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്തു, എന്തൊക്കെ ചാലഞ്ചസ് നമ്മൾ ഓവർകം ചെയ്തു, ഇനി അടുത്തൊരു വീക്ക് നല്ലപോലെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ഏതൊക്കെ റൊട്ടീൻസ് ഹെൽപ്പ് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എഴുതി വയ്ക്കുമ്പോൾ നമുക്ക് ഓരോ വീക്കും ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നു. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് നമ്മുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജേർണലിംഗ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന ഏത് ജേർണലിംഗ് ആണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യുക, പയ്യെ സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് ലൈഫിൽ ഒത്തിരി ചേഞ്ച് വരുന്ന ഒരു കാര്യമാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേത് ഐഡിയ ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നുപോലെ. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.